മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഹേമലത. അറബി മലയാള കൃതികൾ. കേരളത്തിന്റെ മധ്യഭാഗങ്ങളിലും ഉത്തരഭാഗങ്ങളിലും പ്രചാരമാർജിച്ച മിശ്രഭാഷയാണ് അറബി മലയാളം. ധാരാളം നാടൻ പാട്ടുകളും ഖണ്ഡകാവ്യങ്ങളും മഹാകാവ്യങ്ങളും ഈ സാഹിത്യശാഖയിൽ ഉൾപ്പെടുന്നുണ്ട്. കണ്ടുകിട്ടിയ പാട്ടുകൾക്ക് കൊല്ലവർഷം 8-ാം നൂറ്റാണ്ടിനപ്പുറം പഴക്കം ചരിത്രകാരന്മാർ കൽപ്പിക്കുന്നില്ല. ഇശലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗാനമാതൃകകളിൽ ആണ് അവ രചിക്കപ്പെട്ടിരിക്കുന്നത്. അവയുടെ സംഗീത മാധുരി അതിവിശിഷ്ടമാണ്. ദ്രാവിഡ വൃത്തങ്ങളോട് സാദൃശ്യമുണ്ടെങ്കിലും അവയ്ക്ക് അറബി പാട്ടുകളോട് അടുത്ത ബന്ധമുണ്ട്. അറബി പാട്ടുകളിൽ നിറയുന്ന വികാര തീവ്രതയും മനോഹാരിതയും ഈണവും താളവും മാധുര്യവുമെല്ലാം ഈ പാട്ടുകളിലും കാണാം. ഒരു ഇശലിൽ നിന്ന് പല ഇശലുകളും ഉണ്ടാകാറുണ്ട്. ഹക്കാന, കപ്പപ്പാട്ട്, പൂമകളിനെ, കൊമ്പ്, കെസ് മുതലായ പേരുകളിൽ അറിയപ്പെടുന്ന നിരവധി പാട്ടുകൾ നിലവിലുണ്ട്. കണ്ടുകിട്ടിയവയിൽ വച്ച് ഏറ്റവും പ്രാചീനമായ പാട്ട് കോഴിക്കോട്ടെ ഖാസി മുഹമ്മദ് രചിച്ച മുഹിയുദ്ദീൻ മാലയാണ്. മാപ്പിള രാമായണം എന്ന കൃതിക്ക് അത്ര പഴക്കവും പറയുന്നില്ല. ഒരു സംസ്കൃത പണ്ഡിതന്റെ മകനായ മോയിൻകുട്ടി വൈദ്യർ എഴുതിയ മഹാകാവ്യമാണ് ഹുസനുൽ ജമാൽ. പിന്നീട് മാപ്പിളപ്പാട്ടുകൾ അറബി പദങ്ങൾ കുറച്ച് മിശ്രഭാഷയെന്ന് തോന്നത്തക്ക വിധം മലയാള പദങ്ങളുടെ അളവ് കൂട്ടിയ രീതിയിലാണ് രചിക്കപ്പെട്ടത്. കത്തുപാട്ടുകൾ എന്നറിയപ്പെടുന്നവ സന്ദേശകൃതികളാണ്. മഹത് പാട്ടുകളും മാലകളും കീർത്തനങ്ങളാണ്. മുഹിയുദ്ദീൻ മാല, ബദർമാല, റിഫായിൻ മാല, നഫീസത്തുമാല, മഞ്ഞക്കുളം മാല, മലപ്പുറം മാല മുതലായവ ഈ വകുപ്പിൽപ്പെടുന്നവയാണ്. മോയിൻകുട്ടി വൈദ്യർ, ചേറ്റുവ പരീക്കുട്ടി മുസ്ലിയാർ, മച്ചിങ്ങലകത്ത് മൊയ്തീൻ മുല്ല മുതലായ കവികളും ചന്ദിരസുന്ദരിമാല രചിച്ച ഹലീമ, ഫാത്തിമ ബീവിയുടെ ഒഫാത്തുമാല രചിച്ച ഐഷക്കുട്ടി, ബദർ കിസ രചിച്ച കുഞ്ഞാമിന മുതലായ കവയത്രികളും അറബി മലയാള കവിതാ വിഭാഗത്തെ വളർത്തിയവരാണ്. പുലിക്കോടൻ ഹൈദരു, മഹാകവി ഉബൈ, പുന്നയൂർകുളം ബാപ്പു മുതലായവർ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിന് നൽകിയ സംഭാവനകളും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. തപ്പുകളി, പരിചമുട്ടുകളി, ഒപ്പന, റമ്മടി മുതലായ കലാരൂപങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മാപ്പിളപ്പാട്ടുകൾക്ക് അതിമനോഹരമായ ദൃശ്യാവിഷ്കാരം കൂടി കൈവരുന്നു. ആദം നബി ചരിത്രം, യൂസഫ് നബി ചരിത്രം, ബദർ, കർബല, യമാമത്ത്, ഷാം തുടങ്ങിയ യുദ്ധചരിതങ്ങൾ, റസൂൽ തിരുമേനി, ഖദീജ ബീവി, ഫാത്തിമ ബീവി എന്നിവരുടെ മരണപ്പാട്ടുകൾ, കുപ്പിപ്പാട്ട്, കപ്പപ്പാട്ട്, കുറത്തിപ്പാട്ട്, പഞ്ചകനകരത്നമാല, അത്ഭുതമാല, ഉപദേശരത്നമാല തുടങ്ങി അനേകം കെസ്സുപാട്ടുകൾ ഇവയെല്ലാം ഇന്നും ഭാഷയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് കേരളത്തിലെ മുസ്ലിം ജനതയുടെ ജീവിതത്തിന്റെ മിഴിവാർന്ന ചിത്രങ്ങളാണ് ഈ ഗ്രന്ഥങ്ങൾ തുറന്നു കാണിക്കുന്നത്. ആസ്വാദ്യതയോടെ അംഗീകരിക്കപ്പെടേണ്ട കൃതികളാണ് അറബി മലയാള കൃതികൾ. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.